ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനീതി നാമിനേ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപ്രപദേ ഗോപേശ ഗോപിക കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ജയ് ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇസ്കോൺ മാംഗ്ലൂർ നടത്തുന്ന ലെവൽ 2 ഭഗവത്ഗീത ക്ലാസ്സിന്റെ അവസാനത്തെ ക്ലാസ്സാണ് ഈ ഒരു സെഷനിലത്തെ. ഭഗവത്ഗീത 18ാമത്തെ അധ്യായം 66 ശ്ലോകങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി 12 ശ്ലോകങ്ങളും കൂടി ഉണ്ട്. അപ്പൊ 66ാമത്തെ ശ്ലോകം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞു. നീ ദുഃഖിക്കേണ്ടി വരില്ല, മാ ശുച, എങ്ങനെയായാല് സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ. കുറെ ആൾക്കാരെ ആയിട്ട് നമ്മൾ ശരണം പിടിക്കാൻ പോകേണ്ട ആവശ്യമില്ല. മുൻപും പറഞ്ഞിട്ടുണ്ട് അല്ലെ, എല്ലാ ദൈവങ്ങളും ഒന്ന് തന്നെയാണ്. ഭഗവാന്റെ അംശം തന്നെയാണ് ശ്രീശങ്കരനും ബ്രഹ്മാവും ദേവന്മാരും കൃഷ്ണന്റെ അംശം തന്നെയാണ്. അതുപോലെ തന്നെ ദേവിമാര്, ഗണപതി, സുബ്രഹ്മണ്യൻ എല്ലാവരും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് മരത്തിന്റെ ഓരോ ചില്ലയ്ക്കും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, അതിന്റെ കാൽക്കൽ വെള്ളം ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞുല്ലോ. അതുപോലെ മുഴുവൻ ശരീരത്തിന്റെയും പോഷണത്തിനായി വായിൽ കൂടി മാത്രം ഭക്ഷണം കഴിച്ചാൽ മതി. അതുപോലെ ഭഗവാൻ കൃഷ്ണനെ നമ്മുടെ മനസ്സിനും അങ്ങനെയല്ലേ, ഒന്നിനെ പിടിക്കുമ്പോഴാണ് അതിന് കൂടുതൽ ശ്രദ്ധ കിട്ടുക, ശക്തി കിട്ടുക. പാക്കനാര് മുറ്റത്ത് കിണർ കുഴിച്ച് കാണിച്ചു കൊടുത്തില്ലേ, കുറേ ചെറിയ ചെറിയ കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടില്ല. ഒരു കിണർ ശ്രദ്ധിച്ച് വലുതാക്കി കുഴിക്കുകയാണെങ്കിൽ അതിൽ വെള്ളം ഉണ്ടാവും. അതുപോലെ മാം ഏകം ശരണം വ്രജ, എന്നെ മാത്രം ശരണം പ്രാപിക്കൂ. അത് ഭഗവാൻ കൃഷ്ണന് വേണ്ടിയിട്ടല്ല പറഞ്ഞത്, നമ്മളുടെ തന്നെ മനസ്സിന് ഏകാഗ്രത കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ പറച്ചില് തന്നെ ഇല്ലേ, ഏക അഗ്രത. അത്രയും ശ്രദ്ധിച്ച് ഒരാളെ തന്നെ നമ്മൾ എപ്പോഴും വിചാരിക്കും. എപ്പോഴും ഈ ഹരേ കൃഷ്ണ എന്നുള്ള നാമം നമ്മളുടെ നാവിൻ തുമ്പിൽ ഉണ്ടാവട്ടെ. അപ്പോൾ മാശുച, നമുക്ക് യാതൊരു വിഷമവും ഇല്ലാതെ ഭഗവാൻ നമ്മളെ കാത്തോളും എന്നാണ്. ഞാൻ നിന്നെ രക്ഷിക്കും സകല പാപങ്ങളിൽ നിന്നും, ഭയപ്പെടേണ്ട, ദുഃഖിക്കേണ്ട അർജുന. അവരെ കൊന്ന പാപം ഉണ്ടാവോ എന്നൊക്കെയുള്ള വിചാരം, ഒരു പാപവും ഉണ്ടാവില്ല, ഞാനല്ലേ പറയുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു. ഇനി 17ാമത്തെ ശ്ലോകത്തിൽ 67ാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? 67. ഇദം തേ നാ തപസ്കായ നാ ഭക്തായ കദാചന ന ച ശുശ്രൂഷവേ വാച്യം ന ച മാം യോ അഭ്യസൂയതി. ഭഗവാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ ഇത്രയും നേരം ഞാൻ നിനക്ക് പറഞ്ഞു തന്ന ആ കാര്യങ്ങൾ പലപ്പോഴും പറയുന്നുണ്ടല്ലേ, ഗുഹ്യമാണ്, ഗുഹ്യതമമാണ് എന്നൊക്കെ. അതങ്ങനെ എല്ലാവരോടും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. എല്ലാവർക്കും അത് കേൾക്കാനുള്ള അർഹത ഉണ്ടാവില്ല, ഭാഗ്യവും ഉണ്ടാവില്ല. അപ്പം
ഭക്തൻ എന്ന് തോന്നിപ്പിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. കുറെ ചന്ദനക്കുറികൾ, സിന്ദൂരം, കുറെ കറുത്ത കുറി, മഞ്ഞക്കുറി ഒക്കെ അങ്ങനെ നെറ്റിയിലാക്കും. എല്ലാ ദിവസവും തിക്കിത്തിരക്കി ലൈനിലൊക്കെ നിന്ന് അമ്പലത്തിൽ പോകും. എന്നിട്ട് പക്ഷേ ഭക്തി കുറവായിരിക്കും. ബാഹ്യ ലക്ഷണങ്ങളെ ഉണ്ടാവുള്ളൂ. ക്യൂവിൽ നിൽക്കുമ്പോൾ തന്നെ നാമം ജപിക്കുന്നതിന് പകരം അടുത്ത് നിൽക്കുന്ന ആൾക്കാരോട്, വീട്ടുകാരാണ് ഒരുമിച്ച് അല്ലെ സുഹൃത്തുക്കളാണെങ്കിൽ സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കും. അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. പല വർത്തമാന അമ്പലത്തിന് ആയിട്ട് അടുത്തെത്തിക്കഴിഞ്ഞാൽ പിന്നെ നാമജപം മാത്രമേ പാടുള്ളൂ. മാത്രല്ല അവരുടെ പ്രവൃത്തികളിലും അത് കാണിക്കില്ല. വിശക്കുന്ന ആള് ഭക്ഷണം ചോദിച്ചു വന്നാല് വിശക്കുന്നതിന് മുന്നില് ഭക്ഷണമാണ് ഈശ്വരൻ എന്ന് പറയില്ലേ, അവരത് കൊടുക്കില്ല. അവര് വലിയ ഭക്തന്മാരാണ് എന്ന് ധരിപ്പിക്കാൻ വേണ്ടി ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കരുത്. അതാണ് ഭക്തി ഇല്ലാത്തവർക്ക് പറയരുത് എന്നാണ് 67ാമത്തെ ശ്ലോകത്തില്. ഇതം തേ ന തപസ്കായ ന തപസ്സുള്ളവർക്ക്, തപസ്സിദ്ധി ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ ഭക്തി ഇല്ലാത്തവർക്ക് ഈ വാക്യങ്ങൾ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. നീ അതൊക്കെ ഉള്ള ആളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ന അഭക്തായ, ഭക്തി ഇല്ലാത്തവർക്ക് കഥാചന, ഒരിക്കലും പറയരുത്. മാത്രല്ല ന ച ശുശ്രൂഷവേ, ശുശ്രൂഷ എന്ന് പറഞ്ഞാല് പരിചരണം എന്നല്ല. ഈ സംസ്കൃത ഭാഷയിൽ ശുശ്രൂഷ എന്ന് പറഞ്ഞാല് ശ്രോതും ഇച്ഛ എന്നാണ്, കേൾക്കാനായിട്ട് ആഗ്രഹം. അങ്ങനെയുള്ളവരോടെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ മറ്റുള്ളവർ ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് ആഗ്രഹം ഇല്ലാത്ത ആൾക്കാരോട്, ഭഗവത്ഗീത കേൾക്കണം എന്നുള്ള വലിയ ആഗ്രഹം ഉള്ളവരോട് മാത്രമേ ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. മാത്രല്ല ഒരു ആൾക്കാരെ കാര്യം കൂടി പറയുന്നുണ്ട്. യോ അഭ്യസൂയതി, കുറെ ആൾക്കാർക്ക് ഭഗവാനോട് അസൂയയുണ്ട്. അങ്ങനെയുള്ളവരോടും പറഞ്ഞു കൊടുക്കരുത്. അവരുടെ മനസ്സിൽ വേറെന്തൊക്കെയോ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ അതിന്റെ കൂട്ടത്തില് 16,008 ആളെ കല്യാണം കഴിച്ച ആളല്ലേ കൃഷ്ണൻ. അങ്ങനെയുള്ള ഒരു വിചാരം, ഗോപസ്ത്രീകളുടെ വസ്ത്രം കവർന്നില്ലേ, രാസലീലാടിയില്ലേ എന്നൊക്കെയുള്ള അറിയാഞ്ഞിട്ടാണ് ആ തെറ്റായ ധാരണകള് മനസ്സിൽ നിറച്ചു വെച്ചിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, എന്താണ് പറയണതിന് അർത്ഥം എന്നുള്ളത് ആലോചിക്കാണ്ട് അതിന്റെ തത്വം അറിയാതെയാണ് ഭഗവാനെ നിന്ദിക്കുന്നത് അല്ലെങ്കിൽ ഭഗവാനോട് അസൂയുള്ളത്. സാധാരണക്കാർക്ക് മാത്രല്ല, ശിശുപാലന്, ജരാസന്ധന്, കംസന് പോലും ഭഗവാനോട് അസൂയുണ്ടായിരുന്നു. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും പറഞ്ഞു കൊടുക്കരുത് എന്നാണ് ഭഗവാൻ ഇവിടെ പറയണത്. കാരണം പറയണത് നമ്മളുടെ വെറുതെ സമയം പാഴാക്കുക എന്നേ ഉള്ളൂ. കൃഷ്ണൻ വെറും ഒരു ചരിത്ര പുരുഷനാണോ? ഒരിക്കലുമല്ല. പരമദിവ്യോത്തമ പുരുഷനാണ് ഭഗവാൻ. അല്ലെങ്കിൽ ഇങ്ങനെ കേട്ടു പോവാം, ചൊല്ലാൻ പഠിക്കാം എന്നല്ലാതെ എന്താണ് ഭഗവത്ഗീതയുടെ പൊരുൾ എന്ന് അങ്ങനെയുള്ളവർക്ക് മനസ്സിലാക്കാൻ ഒരിക്കലും സാധിക്കില്ല. നേരെ മറിച്ച് ഭക്തനാവുക, കേൾക്കാൻ ആഗ്രഹം ഉണ്ടാവുക. ഇപ്പൊ ഈ പാർട്ടിസിപ്പൻസിൽ 15 പേര് വന്നിട്ടില്ലേ, ആദ്യം തൊട്ട് ഇതുവരെ ഉണ്ടായ ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. കാരണം ഇവിടെ ഭഗവാൻ പറഞ്ഞതുപോലെ ഭക്തിയുണ്ട്, തപസ് എന്ന മനോഭാവമുണ്ട്. ഭഗവാനോട് ഒരിക്കലും അസൂയയില്ല, ഭഗവാനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഭഗവാൻ ഈ വാക്യങ്ങൾ അങ്ങനെയുള്ളവരോട് മാത്രമേ പറയാൻ പാടുള്ളൂ, അല്ലാതെ ന അഭക്തായ പറയാൻ പാടില്ല, ന അതപസ്കായ തപസ്സില്ലാത്തവരോട് പറയാൻ പാടില്ല, ന ച അശുശ്രൂഷവേ കേൾക്കാൻ വലിയതായ താല്പര്യം ഇല്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. മാത്രല്ല എന്നോട് അസൂയ ഉള്ളവരോടും എന്താണ് നിന്ദ ഉള്ളവരോട്, ദുര്യോധനനൊക്കെ പറഞ്ഞില്ലേ ഭഗവാൻ ദൂതിന് വരുന്ന സമയത്ത് ഒരൊറ്റ ആളും ഭഗവാൻ വരുമ്പോ എഴുന്നേൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഭഗവാന്റെ തേജസ് കണ്ടതോടെ എല്ലാവരും താനെ എണീറ്റ് പോയി. സ്വയം ദുര്യോധനൻ തന്നെ ഇരിപ്പിടത്തോടു കൂടി കിടന്ന് ഉരുണ്ടു എന്നൊക്കെ കുഞ്ചൻ നമ്പ്യാര് പറഞ്ഞില്ലേ. അതുപോലെ അങ്ങനെയുള്ള അസൂയക്കാരോടും അതൊന്നും പറഞ്ഞു വാദിച്ച് ജയിക്കാനായിട്ട് നമ്മൾ നിൽക്കണ്ട. 68ാമത്തെ ശ്ലോകം. യ ഇമം പരമം ഗുഹ്യം മദ്ഭക്തേഷു അഭിധാസ്യതി ഭക്തിം മയിം പരാം കൃത്വാ മാമേ വൈശ്യത്യ സംശയ. ഭഗവാൻ പറഞ്ഞിട്ടുള്ളതായ ഈ
വാക്കുകള് ഭക്തന്മാരോട് ഉപദേശിക്കണം എന്ന് മാത്രമല്ല, അത് വളരെ വലിയ പുണ്യവുമാണ്. ആധ്യാത്മിക പാതയിൽ ചലിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരോട് ഈ ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കുക എന്നത് ഏറ്റവും വലിയ പുണ്യമാണ് എന്നാണ് 68ാമത്തെ ശ്ലോകത്തിൽ. എൻ്റെ ഭക്തന്മാർക്ക് ഇത് ഉപദേശിക്കുക, അത് ഒരു ഭക്തിയുത സേവനം തന്നെയാണ്. വളരെ അറിവില്ലാതെ ഭഗവത്ഗീതയൊക്കെ ഒരു ബാലികേറ മലയാണ്, അതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല മനസ്സിലാക്കാൻ എന്ന് വിചാരിച്ചിരിക്കുന്ന കുറെ ആൾക്കാരില്ലേ, അവർക്കത് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവരെ ഈ ലെവൽ 1 ക്ലാസ്സിലേക്ക് ചേരാനായിട്ട് ഒന്ന് പറയുക, നല്ലതാണ് എന്നുള്ള കാര്യം പറയുമ്പോൾ അതൊരു മഹാപുണ്യമാണെന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നു. യ ഇമം പരമം ഗുഹ്യം മദ്ഭക്തേഷു അഭിധാസ്യതി, എൻ്റെ ഭക്തന്മാരോടാണ് അഭിദാസ്യതി പറഞ്ഞു കൊടുക്കേണ്ടത്, ഉപദേശിക്കേണ്ടത്. ഭക്തിമയീം പരാം കൃത്വ, അയാൾക്ക് എന്നിലെ ഭക്തി ധാരാളമായിട്ടുണ്ടാകും. മാമേ വൈശ്യത്യ സംശയം, മറ്റ് രീതികളിലാണെങ്കിൽ ഭഗവാനിലേക്ക് എത്താൻ അർഹത ഇല്ലാത്തവർക്ക് കൂടി ഭഗവത്ഗീത മുങ്ങിയാല്, ഭഗവത്ഗീത മനസ്സിലാക്കിയാല് അവരുടെ ജീവിതം തന്നെ മാറി മറിയും എന്നാണ് ആ ശ്ലോകം. ഇനി 69ാമത്തെ ശ്ലോകം. അത് ഈ പറയുന്നത് തന്നെ ഭഗവാനെ ഏറ്റവും പറഞ്ഞില്ലേ, 68 പറഞ്ഞു. ഈ പരമരഹസ്യമായ ജ്ഞാനത്തെ എൻ്റെ ഭക്തന്മാർക്ക് ഉപദേശിക്കുന്നവനെ ഭക്തിയുദ്ധ സേവനം നിശ്ചിതമാണ്. അവസാനം അയാൾ എന്നിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. 69ാമത്തെ ശ്ലോകം. നച തസ്മാൻ മനുഷ്യേഷു കശ്ചിത് മേ പ്രിയകൃത്തമ ഭവിത നച മേ തസ്മാ അന്യ പ്രിയതരോ ഭുവി. അങ്ങനെയുള്ള ആൾക്കാരാണ് എനിക്ക് ഏറ്റവും പ്രിയതമൻ, പ്രിയകൃത്ത് തമൻ, എനിക്ക് പ്രിയങ്കരമായ പ്രവൃത്തി ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും ഉത്തമനായിട്ടുള്ള ആൾ, ഏറ്റവും ശ്രേഷ്ഠനായ ഈ ഭഗവത്ഗീത മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഭഗവത്ഗീതയിലേക്ക് അവരെ നയിക്കുക, അല്ലെങ്കിൽ ഭഗവാന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയുള്ള ആൾക്കാര് പ്രഭുപാദരുണ്ടോ, എന്തൊരു സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. ആ ഭഗവത്ഗീതയുടെ ശക്തിയാണത്. തസ്മാത്, തസ്മാത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ, മനുഷ്യേഷു കശ്ചിന്മേ, മനുഷ്യരായി പിറന്നിട്ടുള്ള ആൾക്കാരിൽ, കശ്ചിത് മേ, വേറെ ആരും എനിക്ക് പ്രിയകൃത്ത് തമ, കൂടുതൽ പ്രിയങ്കരമായിട്ട് ഇല്ല, ഈ പറഞ്ഞു കൊടുക്കുന്നവരൊഴികെ. ഭവിത നചമേ തസ്മാൻ, അതിനേക്കാളും പ്രിയങ്കരായിട്ട് ഒരാൾ ഇനി ഉണ്ടാകാനും പോകുന്നില്ല. അപ്പോ ഏറ്റവും എനിക്കിഷ്ടം എൻ്റെ വാക്കുകൾ. ഇത്ര വിസ്തരിച്ച് ഭഗവാൻ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? നമ്മളെ പോലുള്ള മനുഷ്യന്മാരോട് അർജുനനെ മുൻനിർത്തിയിട്ട് ഉപനിഷത്തിലെയും വേദങ്ങളിലെയും പുരാണങ്ങളിലെയും ഇതിഹാസങ്ങളിലെയും ചില ശ്ലോകങ്ങളൊക്കെ, ഈ പത്രം പുഷ്പം ഫലം തോയം എന്നുള്ള ശ്ലോകം അതേപടി ഭാഗവതത്തിലെ 4ാമത്തെ സ്കന്ധത്തിലുണ്ട്. അതേപോലെ കഠോപനിഷത്തിലെ എത്രയോ ശ്ലോകങ്ങൾ ഇതിലുണ്ട്. അങ്ങനെ ഛന്ദാഗ്യോപനിഷത്തിലുണ്ട്. അങ്ങനെ അതൊക്കെ ഓരോന്നും എടുത്ത് ഋഗ്വേദത്തിലെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓരോന്നും വായിച്ച് വായിച്ച് നമ്മൾ എത്ര കാലം കൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുക. അതിന് പകരം ഇതാ ഭഗവത്ഗീത സർവവേദ സാരാണ്, സർവോപനിഷത്ത് സാരമാണ്. അങ്ങനെയുള്ള ഭഗവത്ഗീത പഠിക്കുക ആണ്, ആ പഠിക്കുന്ന ആൾ ആണ് എനിക്ക് ഏറ്റവും പ്രിയകൃത്തായിട്ടുള്ളത്. തസ്മാത് മനുഷ്യേഷു കശ്ചിത് മേ പ്രിയകൃത്തമ, അതിനേക്കാളും പ്രിയകൃത്തായിട്ട് മനുഷ്യരായി പിറന്നവരിൽ ആരുമില്ല. ഭവിതാന, ഇനി അങ്ങനെ ഉണ്ടാവുകയും ഇല്ല. അന്യ പ്രിയതരോ ഭൂമി, ഈ ഭൂമിയിൽ മറ്റൊരാളും അങ്ങനെ ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരെയും ഭഗവത്ഗീതയിലേക്ക് നയിക്കുക എന്നാണ്. അതൊരു ഫലശ്രുതി പോലെ പറയുന്നു. 70ാമത്തെ ശ്ലോകം. അധ്യേഷ്യത്തെ ച യ ഇമം ധർമ്മ്യം സംവാദം ആവയോ ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടസ്യാം ഇതി മേ മതി. എൻ്റെ അഭിപ്രായം, ഭഗവാൻ 3 ശ്ലോകങ്ങൾ കൂടിയേ പറയുന്നുള്ളൂ ഭഗവത്ഗീതയിൽ. 70ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അധ്യക്ഷ്യതേ, അങ്ങനെ ഇപ്പൊ നമ്മൾ വേറൊരാളെ അങ്ങോട്ട് നയിച്ചു, ഭഗവത്ഗീതയിലേക്ക് വരൂ, അത് എളുപ്പമാണ്,
അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിലക്കാവും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ പറഞ്ഞു. അപ്പൊ അവര് അധ്യക്ഷ്യത അത് പഠിക്കാൻ തുടങ്ങി. വെറുതെ കേട്ടാ പോരാ, പഠിക്കുക, മനനം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ധർമ്മ്യം സംവാദം ആവയോ. ആവയോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ രണ്ടുപേരുടെയും ഇടയിലുള്ള ഈ സംവാദം, ധർമ്മ്യം ഏറ്റവും ധർമാനുസൃതമായിട്ടുള്ള ഈ സംവാദം, പാവനമായിട്ടുള്ള ഈ സംവാദം പഠിച്ച് അറിയുന്നവർ എന്നെ ആരാധിക്കുകയാണ്. എങ്ങനെ? ബുദ്ധി കൊണ്ട് എന്നെ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കേൾക്കുന്നത് പോലും എൻ്റെ ഒരു ആരാധനയാണ് അർജുന. അധ്യേക്ഷ്യത്തെ ഇമം എന്ന് പറഞ്ഞ ഈ പറഞ്ഞ ധർമ്മ്യം, ഏറ്റവും ധർമ്മയുക്തമായിട്ടുള്ള സംവാദം ആവയോ, നമ്മൾ രണ്ടുപേരും തമ്മിൽ ഈ നടത്തിയ സംഭാഷണം. പിന്നെ ആരൊക്കെ അത് കേട്ടത്? അർജുനനോടാണ് പറഞ്ഞത്. സഞ്ജയൻ കേട്ടു, സഞ്ജയൻ വഴി ധൃതരാഷ്ട്രരും കേട്ടു. അതുപോലെ തന്നെ വേറൊരാളും കൂടിയും കേട്ടു, അർജുനന്റെ കൊടിയടയാളമായിട്ടുള്ള ഹനുമാൻ. ഹനുമാനെയാണ് ഭഗവാൻ പറഞ്ഞു ഉത്തമ ശ്രോതാവ്. എല്ലാ ശ്രദ്ധയോടും കൂടി കേട്ടത്, ഭഗവാന്റെ ഓരോ വാക്കും ഉള്ളിലേക്ക് എടുത്തത് ഹനുമാനാണ്. യുദ്ധത്തിന്റെ സമയത്ത് കൗരവപ്പട ഇങ്ങനെ മുന്നേറുന്ന സമയത്ത് ഹനുമാൻ ആ കൊടിയുമ്പെന്ന് ചാടി ഇറങ്ങിയിട്ട് അലറും. അപ്പൊ കുറെ ആൾക്കാർ ബോധം കിട്ടു വീഴും, ആത്മവീര്യമൊക്കെ നശിക്കും. അങ്ങനെ 3-4 പേരാണ് ആ ഭഗവത്ഗീത കേട്ടത്. അത് കേൾക്കുന്നത് തന്നെ ഏറ്റവും വലിയ പുണ്യം. അധ്യക്ഷ്യതേച്ച ഇമം. അപ്പൊ പിന്നെ അധ്യയനം ചെയ്യുക, പഠിക്കുക എന്നുള്ളത് പറയാനില്ലല്ലോ. ധർമ്മ്യമാണിത്, ഏറ്റവും ചെയ്യേണ്ട ധർമ്മമാണ് ഇത്. സംവാദം, ഈ സംഭാഷണം. ജ്ഞാനയജ്ഞേന തേനാഹം. അതൊരു ജ്ഞാനയജ്ഞം തന്നെ ആണ്. ഇഷ്ടസ്യാമിതി മേമതി. അവൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളവനായിട്ട് ഭവിക്കും എന്ന് അറിയുക. 71ാമത്തെ ശ്ലോകം. ശ്രദ്ധാവാൻ അനസൂയശ്ച ശൃണുയാദഭിയോ നര സോ അഭിമുക്തി ശുഭാൻ ലോകാൻ പ്രാപ്നുയാത് പുണ്യകർമ്മണാം. ഇനി വെറുതെ കേൾക്കല്ല, ശ്രദ്ധയോടുകൂടി കേൾക്കുകയാണെങ്കിലോ അനസൂയാനിശ്ച, യാതൊരു സംശയവും ഇല്ലാതെ. ഇങ്ങനെയൊക്കെ ഉണ്ടാവോ? ഭഗവാൻ എന്താണ് എപ്പോഴും ഇങ്ങനെ എന്നെ ആരാധിക്കൂ എങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെയുള്ള വിചാരങ്ങളൊന്നുമില്ലാതെ, അസൂയ ഇല്ലാതെ, ശിശുപാലനെ പോലെ ഭഗവാനെ എപ്പോഴും അസൂയയോടുകൂടി മാത്രം കണ്ട ആ ശിശുപാലനെ പോലെ ആവാതെ, ഭഗവാനോട് എത്രയോ പ്രാവശ്യം യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ വന്ന ജരാസന്ധനെ പോലെ ആവാതെ, ഭഗവാനെ എപ്പോഴും പുച്ഛിച്ചുകൊണ്ടിരുന്ന കാളയവനനെ പോലെ ആവാതെ, അതുപോലെ തന്നെ ഭഗവാനെ അംഗീകരിക്കാൻ മടിച്ച, തൻ്റെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ച സ്വന്തം അമ്മാവിനായിട്ടുള്ള കംസനെ പോലെ ആവാതെ, അതാണ് അസൂയ ഇല്ലാതെ ആവണം. ശ്രദ്ധാവാനാകണം. ഭഗവാന്റെ ഓരോ വാക്കും നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്, തളരുന്നവരെ ഉണർത്താനുള്ളതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഇത് കേട്ടാൽ തന്നെ മാത്രം മതി. അയാൾ മുക്തനാവും. ഏറ്റവും ഉയർന്നുയർന്ന ലോകങ്ങളിൽ തീർച്ചയായിട്ടും ആ ആൾ എത്തുന്നതാണ് എന്നാണ്. പലരും ഒരു ഭഗവത്ഗീതയുടെ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കും, പക്ഷെ ഭക്തരാവില്ല. എന്താണ് ഇതൊന്നും ജസ്റ്റ് ഒന്ന് അറിയാനുള്ള ഒരു കൗതുകം കൊണ്ട് അങ്ങനെയാവും. പക്ഷെ അത് പോരാന്നാണ്. കേൾക്കുന്നതും വേണം, ആവർത്തിച്ചതിനെ കേൾക്കണം. അപ്പോൾ പുണ്യം ചെയ്ത ഫലം തന്നെയാണ് നൽകുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പുണ്യകർമ്മണാം എന്നാണ്. അപ്പൊ പുണ്യകർമ്മണാം എന്നുള്ള വാക്കിന്റെ അർത്ഥം അല്ലെങ്കിൽ ആശയം, അശ്വമേധയാഗം ചെയ്തിട്ട് കിട്ടുന്ന പുണ്യത്തിനെയാണ് പുണ്യകർമ്മണാം എന്ന് പറയും. അപ്പോ ഈ ഭഗവാന്റെ ചുണ്ടിൽ നിന്നും വന്നിട്ടുള്ള ഈ ഭഗവത്ഗീത, അമൃത് പോലെയുള്ള ഈ ഗീത കേട്ടാലേ, അല്ലെങ്കിൽ അതിലേക്ക് ആളുകളെ നയിച്ചാലേ, വീണ്ടും വീണ്ടും അവരെ പ്രബുദ്ധരാക്കിയാലേ അത് അശ്വമേധയാഗം ചെയ്ത ഫലമാണ്. ഭൗതികതയിൽ പെട്ടിട്ട് ഈ ശ്രേഷ്ഠമായിട്ടുള്ള 84 ലക്ഷം തരം ജീവജാലങ്ങളില് മനുഷ്യര് 4 ലക്ഷം തരം ഉണ്ടത്രേ.
അപ്പം അതിൽ തന്നെ എത്രയോ കുറച്ച് ആൾക്കാർക്ക് ഭഗവാനിലേക്ക് തിരിയാനുള്ള ആ ഭാഗ്യം, ബാക്കിയുള്ള എല്ലാവരും ജീവന്റെ മഹത്വം അറിയാതെ, മനുഷ്യനായി ജനിച്ചതിന്റെ ആ മൂല്യത്തിനെ അറിയാതെ ആഹാര നിദ്ര ഭയമൈഥുനം എന്ന് മാത്രം വിചാരിച്ചിട്ട്, ഉണ്ണണം ഉറങ്ങണം പുണരണം എന്ന് മാത്രം വിചാരിച്ചിട്ട് താഴ്ന്നു പോകും. അതിമഹത്തായ ഒരു അവസരത്തിനെ പാഴാക്കി കളയാണ്. അങ്ങനെ മൃഗജന്മത്തിലേക്ക് പതിക്കാൻ അനുവദിക്കാതെ നമ്മളുടെ സുഹൃത്തുക്കളെയും നമ്മളുടെ വീട്ടിലുള്ള പ്രത്യേകിച്ച് കുട്ടികളെ അവരെ ഭഗവത്ഗീതയിലെ തത്വങ്ങൾ ആദ്യം അവർക്ക് അതിൻ്റെ ആ ഗാംഭീര്യം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ വേണ്ട, വെറുതെ ശ്ലോകങ്ങൾ ചൊല്ലാൻ പറയും. എത്രയോ എളുപ്പമുള്ള ശ്ലോകങ്ങളില്ലേ, അതൊക്കെ കാണാതെ പഠിക്കാൻ പറയും. അപ്പൊ അവർക്ക് അതിൽ സ്വാഭാവികമായിട്ടും ഒരു ഇഷ്ടം ഉണ്ടാകും. അത് തന്നെയാണ് ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത്. ശ്രദ്ധാവാൻ അനസൂയശ്ച, അസൂയയില്ലാത്തവനാകുക, ശ്രദ്ധ അല്ലെങ്കിൽ വിശ്വാസം ഉള്ളവനാവുക. ശൃണുയാത് അഭിയോ നര, ആരാണോ കേൾക്കുന്നത് തന്നെ ശ്രദ്ധയോടും അസൂയയില്ലാതെയും ആവണം. അങ്ങനെയാണെങ്കിൽ സ്വഭിമുക്ത അശുഭാൻ ലോകാൻ, ഈ അശുഭമായിട്ടുള്ള ലോകത്തിൽ നിന്നൊക്കെ മുക്തനാവും, ഏറ്റവും നല്ല ലോകങ്ങളിലേക്ക് പോവാൻ അർഹനാകും. പ്രാപ്നുയാത് പുണ്യകർമ്മണം, അശ്വമേധയാത് യാഗത്തിന്റെ പുണ്യം പോലെ തന്നെയുള്ള പുണ്യം കിട്ടും. 72ാമത്തെ ശ്ലോകം, അവസാനത്തെ ശ്ലോകമാണ് ഭഗവാൻ പറയുന്നത്. കച്ചിദേതത് ശ്രുതം പാർത്ഥ ത്വയാ ഏകാഗ്രേണ ചേതസ കച്ചിദജ്ഞാനസമ്മോഹ പ്രനഷ്ടസ്തേ ധനഞ്ജയ. ചോദിക്കാണ് ഭഗവാൻ, നീ ഈ ഞാൻ പറയാൻ തുടങ്ങുന്നതിന് മുൻപേ വളരെയധികം വിഷമിച്ച് ഞാൻ യുദ്ധം ചെയ്യില്ല, ഞാൻ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ആൾക്കാർ എന്നെ വന്ന് കൊന്നോട്ടെ, അതും അല്ലെങ്കിൽ ഞാൻ സന്യാസിയായിട്ട് കാട്ടിലേക്ക് പോവും, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഗാന്ധീവമൊക്കെ താഴെയിട്ട് തളർന്നിരുന്നില്ലേ? ആ അവസ്ഥയിൽ നിന്നൊക്കെ മാറിയില്ലേ? നിന്റെ വിഷമമൊക്കെ മാറിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. കച്ചിദേതത് ശ്രുതം പാർത്ഥ, ഞാൻ ഈ പറഞ്ഞത് ഏതത്, ഇത്രയും ഒക്കെ നീ കേട്ടു. ഏതത് ശ്രുതം പാർത്ഥ, അല്ലയോ പാർത്ഥ. എപ്പോഴും ഏറ്റവും ഇഷ്ടമുള്ള വാക്കാണ് പാർത്ഥ. പൃഥയുടെ മകനെ, പൃഥ ഭഗവാന്റെ അച്ഛനായിട്ടുള്ള വസുദേവരുടെ സഹോദരിയാണെന്ന് മാത്രല്ല, ഭഗവാന്റെ തത്വം മനസ്സിലാക്കിയിട്ടുള്ള പരമഭക്തയാണ്. ഭാഗവതത്തില് എപ്പോഴെങ്കിലും സപ്താഹങ്ങളൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഭാഗവതം കയ്യിലുണ്ടെങ്കിൽ ആ കുന്തി സ്തുതി വായിച്ചു നോക്കൂ. വളരെ ഭക്തിയോടുകൂടി തത്വങ്ങളോട് കൂടിയിട്ടാണ് കുന്തി ഭഗവാനെ സ്തുതിക്കുന്നത്. എല്ലാവരും എപ്പോഴും പറയും, ഞങ്ങൾക്ക് ദുഃഖം തരൂ ഭഗവാനെ, എനിക്ക് ദുഃഖം തരൂ എന്ന് കുന്തി പ്രാർത്ഥിച്ചു. കാരണം എന്താണ്? ദുഃഖം വരുമ്പോഴേ ഞാൻ ഭഗവാനെ ഓർക്കണുള്ളൂ. ഭഗവാനെ ഓർക്കണ ആ നേരത്ത് ഭഗവാൻ ഓടി വരും, അപ്പൊ കാണാനും സാധിക്കും. അതുകൊണ്ടാ മാത്രാണ്, അല്ലാതെ ദുഃഖം ഇഷ്ടമായത് കൊണ്ടല്ല കുന്തി പറയണേ. ആ ദുഃഖത്തിന്റെ സമയത്ത് തീവ്രമായിട്ട് ഭഗവാനെ വിളിക്കും. ഭഗവാൻ അപ്പോ ജീവിച്ചിരുന്ന സമയമാണല്ലോ, ഭഗവാൻ ഓടി വരികയും ചെയ്യും. നമ്മൾ വിളിച്ചാലും വരും, പക്ഷെ ആ രൂപം നമുക്ക് പലപ്പോഴും കാണാൻ പറ്റില്ല. ചിലപ്പോ എന്തെങ്കിലും രൂപത്തിൽ നമ്മളെ സഹായിക്കാനായിട്ട് ഭഗവാൻ വരും. പക്ഷെ കുന്തിയുടെ സമയത്ത് ഭഗവാൻ തന്നെ നേരിട്ട് വരുമായിരുന്നു. അതുകൊണ്ടാണ് കുന്തി അങ്ങനെ പ്രാർത്ഥിച്ചത്. അങ്ങനെ നിന്റെ ആ വിഷമമൊക്കെ മാറിയോ? ആ പാർത്ഥ എന്ന് വിളിക്കാൻ കാരണം അതാണ്. ഭഗവാന് അത്രയേറെ ഇഷ്ടമായിരുന്നു കുന്തിയോട്. വളരെയേറെ എത്ര ദുഃഖം അനുഭവിച്ചു കുന്തി. സഹോദരിയല്ല, സപത്നി ആയിട്ടുള്ള അവരുടെ മക്കളെ സ്വന്തം മക്കളെക്കാളും സ്നേഹിച്ചു വളർത്തി. അങ്ങനെ തൻ്റെ ജീവൻ ബലി കഴിക്കുന്ന സതി, അന്ന് സതി അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പുണ്യപ്രവൃത്തിയായിരുന്നു. അതുപോലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യാതെ മാതൃയെ അതിനെ അനുവദിച്ചിട്ട് അന്ന് മുതൽ അജ്ഞാത എന്ത് വാസാണോ വനവാസാണോ എത്രയോ ബുദ്ധിമുട്ടി പലപ്പോഴും ഭീമൻ ചുമലിൽ എടുത്തിട്ടാണ് കുന്തി മാതാവിനെ കൊണ്ടുപോയിരുന്നത്. മഹാറാണിയാണ്, ഹസ്തിനപുരത്തിന്റെ മഹാറാണിയാണ് ഈ പറയുന്നത്. അങ്ങനെ വിഷമിച്ചതാണ്. എന്നാലും ഒരിക്കലും കൃഷ്ണ എന്നെ അങ്ങനെ വിഷമിപ്പിക്കണമല്ലോ എന്നൊരു വാക്ക് കുന്തി പറഞ്ഞിട്ടില്ല. അവസാനം
ഭഗവാൻ കൃഷ്ണൻ ദ്വാരകയിലെ ജര എന്ന വേടന്റെ അമ്പേറ്റ് തന്റെ ജീവൻ വെടിഞ്ഞു 120-ാമത്തെ വയസ്സിൽ. അത് കേട്ടതും കുന്തി ജീവത്യാഗം, കുന്തി തനിയെ വീണ് മരിക്കുകയാണ് ചെയ്യണത്. ഭാഗവതത്തിൽ അങ്ങനെയാണ് പറയുന്നത്. മഹാഭാരതത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ധൃതരാഷ്ട്രരും ഗാന്ധാരിയും വനത്തിലേക്ക് പോകുമ്പോ കുന്തി കൂടെ പോയി എന്നൊക്കെയാണ്. ഭാഗവതത്തിൽ അങ്ങനെയല്ല പറയുന്നത്. ഭഗവാൻ കൃഷ്ണൻ ഈ ലോകത്ത് നിന്നും പോയി എന്ന് കേട്ടതും ശരീരം ഉപേക്ഷിച്ചു. ഭഗവാൻ പോയിട്ടില്ല, ഭഗവാന്റെ ജീവൻ ഈ ലോകത്തിൽ നമ്മളുടെ ഒക്കെ ഹൃദയ ഗുഹയിലുണ്ട് എന്ന് എത്രയോ പ്രാവശ്യം ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ആ പൃഥ്വിയുടെ മകനല്ലേ നീ എന്നാണ്. കച്ചിതേതശ്രുതം പാർത്ഥ, അതുപോലെ തന്നെ കൗന്ദേയ എന്ന് ഭഗവാൻ ദൂതിന് വരുമ്പോ, എന്തിനാ ദൂത്? കൗരവരോട് പറയാണ്, പാണ്ഡവർക്ക് കുറച്ചെങ്കിലും സ്ഥലം കൊടുക്കൂ, അവരോട് യുദ്ധത്തിന് നിൽക്കല്ലേ എന്ന് പറഞ്ഞ് സന്ധിക്ക് വേണ്ടി വരുന്ന ആ സമയത്ത് കുന്തിയെ കണ്ടു. അപ്പൊ കുന്തി പറഞ്ഞു, വേണ്ട കൃഷ്ണ, ദൂതിന് പോണ്ട. അങ്ങനെയാണെങ്കിൽ എൻ്റെ കുട്ടികള് ക്ഷത്രിയന്മാരല്ലേ, അവര് യുദ്ധം ചെയ്യട്ടെ, അർഹതപ്പെട്ട രാജ്യം അവര് യുദ്ധത്തിൽ കൂടെ നേടട്ടെ, അവരെ പിന്തിരിപ്പിക്കണ്ട എന്ന് പറഞ്ഞ വീരമാതാവാണ് കുന്തി. ആ കുന്തിയുടെ മകനായതുകൊണ്ടും അതുപോലെ തന്നെ പൃഥയുടെ മകനായതുകൊണ്ടുമാണ് പാർത്ഥ, കൗന്ദേയ എന്നൊക്കെ എപ്പോഴും ഭഗവാൻ വിളിക്കാൻ അതാണ് ഇഷ്ടം. അപ്പോ കച്ചിത് ഏതത് ശ്രുതം പാർത്ഥ, അല്ലെങ്കിൽ അർജുന എന്ന് വിളിച്ചാൽ പോരെ, അർജുന എന്ന് അധികം വിളിക്കുന്നില്ല, പാർത്ഥ, പാർത്ഥസാരഥി എന്നല്ലേ. ത്വയ ഏകാഗ്രേണ ചേതസ, നീ ഞാൻ പറഞ്ഞു തന്നത് ഏകാഗ്ര ബുദ്ധിയോടുകൂടി കേട്ടു, അതാണ് നിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം, നിനക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. ആ ഏകാഗ്ര ശരണം, ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, 2-ാമത്തെ അധ്യായം കഴിയാറാകുമ്പോ അങ്ങനെ പറഞ്ഞല്ലോ. ത്വയ ഏകാഗ്രേണ ചേതസ, അതിനുശേഷം ഞാൻ പറഞ്ഞ ഓരോ വാക്കും നീ ഏകാഗ്രമായി കേട്ടു, അതുകൊണ്ട് തന്നെ നിനക്ക് ഞാൻ എൻ്റെ വിശ്വരൂപം കാണിച്ചു തന്നു, അത് മനസ്സിലായത് കൊണ്ട് നീ എന്നെ സ്തുതിച്ചു. അങ്ങനെയുള്ള ആ നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, കച്ചിത് അജ്ഞാന സമ്മോഹ പ്രണഷ്ടസ്തേ ധനഞ്ജയ, അർജുന, നിന്റെ അജ്ഞാനത്തിൽ നിന്നുണ്ടായിട്ടുള്ള സമ്മോഹം ഒക്കെ, അറിവില്ലായ്മ, അജ്ഞാനം, വിഷമം, ദുഃഖം ഒക്കെ പ്രണഷ്ടസ്തേ, നഷ്ടമായി പോയില്ലേ, അജ്ഞാനത്തിൽ നിന്നും ഉണ്ടായ നിന്റെ മോഹം ഒക്കെ മാറിപ്പോയില്ലേ, നിന്റെ മനസ്സ് തെളിഞ്ഞില്ലേ, സങ്കടമൊക്കെ മാറിയില്ലേ എന്നതാണ് ഭഗവാൻ ചോദിക്കുന്ന അവസാനത്തെ ആ ചോദ്യം. വ്യാമോഹം കൊണ്ടുണ്ടായിരുന്ന തളർച്ച, എന്നെ ശത്രുക്കൾ കൊന്നോട്ടെ അതാ ഭേദം എന്നൊക്കെ പറഞ്ഞ് ആ തളർന്നിരുന്ന അർജുനനല്ലല്ലോ ഇപ്പോ നീ മാറിയില്ലേ, നിന്റെ ബുദ്ധി തെളിഞ്ഞോ, നീ ചെയ്യേണ്ടത് എന്താണെന്ന് നിന്റെ മനസ്സിൽ ഉദിച്ചില്ലേ, ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായോ? ഒരു നല്ല ടീച്ചർ ക്ലാസ്സിൽ ചോദിക്കില്ലേ, എന്തെങ്കിലും സംശയം ഉണ്ടോ, ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറഞ്ഞു തരാം എന്ന് പറയുന്നത് പോലെ ഭഗവാൻ കൃഷ്ണൻ ചോദിക്കാണ്, നിനക്ക് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായില്ലേ അർജുന? അതിന് ഉത്തരം 73-ാമത്തെ ശ്ലോകത്തിൽ അർജുനൻ പറയാണ്. അർജുന ഉവാച, ഉടനെ അർജുനൻ മറുപടി പറയാണ്, നഷ്ടോ മോഹ സ്മൃതിർലബ്ധ്വാ ത്വത്പ്രസാദാന്മയ അച്യുത സ്ഥിതോസ്മി ഗതസന്ദേഹ കരിഷ്യേ വചനം തവ. നല്ല കുട്ടിയാണ് അർജുനൻ, സ്റ്റുഡന്റ് ആണ്. പറഞ്ഞു, അങ്ങയുടെ ആ വാക്കുകൾ കൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട കൃഷ്ണ, എൻ്റെ എല്ലാ വിഷമവും മാറി, എൻ്റെ വ്യാമോഹങ്ങളൊക്കെ തീർന്നു. അങ്ങയുടെ ഈ അപാരമായ കരുണ കൊണ്ട് എൻ്റെ ബുദ്ധി തിരിച്ചു കിട്ടി. ഞാനിപ്പോൾ യാതൊരു സംശയവും ഇല്ലാതെ യുദ്ധം ചെയ്യാൻ തയ്യാറായി, അതെന്റെ കടമയാണ് എന്ന് അങ്ങ് പറഞ്ഞു. എനിക്കത് മനസ്സിലായി. അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ ഇതാ തയ്യാറായിരിക്കുകയാണ് എന്ന് പറഞ്ഞു. നഷ്ടോ മോഹ, എൻ്റെ വ്യാമോഹങ്ങളൊക്കെ തീർന്നു. സ്മൃതിർലബ്ധ, നല്ല ബുദ്ധി തെളിഞ്ഞു കഴിഞ്ഞു. എങ്ങനെ? ത്വത്പ്രസാദാൻ, അങ്ങയുടെ കാരുണ്യം കൊണ്ട്, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട്. സ്ഥിതോസ്മി ഗതസന്ദേഹ, എൻ്റെ സകല സംശയങ്ങളും മാറി, സകല സംശയങ്ങൾക്കുമുള്ള ഉത്തരം എനിക്ക് കിട്ടിക്കഴിഞ്ഞു. കരിഷ്യേ വചനം തവ, അങ്ങ് എന്താണോ ആജ്ഞാപിച്ചത് അത് ഞാൻ ശിരസാ വഹിക്കും, അത് തന്നെയാണ് എനിക്കും ശ്രേയസ്കരം.
എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി എന്നാണ്. അപ്പോൾ മായ നമ്മളെയൊക്കെ മൂടിയിട്ടുള്ളതാണ്. ആ മായയിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? ഭഗവാനെ അനുസരിക്കുക. നമ്മൾ ധ്യാനത്തിലിരിക്കുമ്പോൾ ഭഗവാന്റെ ശബ്ദം നമുക്ക് കേൾക്കാം. വേണ്ട, ഭക്തിയോടുകൂടി നാമം ജപിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഭഗവാന്റെ മുന്നിൽ അവതരിപ്പിച്ചാൽ നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടും. അല്ലാതെ ഭഗവാനെ ഭക്തിയില്ലാണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഉണ്ടാക്കിയതല്ല ഒരു കാര്യം, നമ്മളുടെ കഴിവുമല്ല. എൻ്റെ പണം, എൻ്റെ വീട്, അങ്ങനെ വിചാരിക്കരുത്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ കഴിവുകൾ ഉണ്ടാവുന്നത്. പ്രഭുപാദർ എപ്പോഴും പറയുന്ന വാക്കാണ് കൃഷ്ണാവബോധം എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാന്റെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കുക എന്നാണ്. ഭഗവാന്റെ ഉപദേശം എങ്ങനെയാ അറിയാ? നമ്മൾ ധ്യാനത്തിലിരിക്കുമ്പോൾ ഭഗവാന്റെ ഉപദേശം നമുക്ക് കേൾക്കാൻ പറ്റും. അതല്ല, അതിന് പറ്റണില്ല, അത്രത്തോളം എത്തിയിട്ടില്ലെങ്കിൽ ഭഗവത്ഗീത വായിക്കൂ. അതില് ഓരോ ദിവസവും ഓരോ ശ്ലോകം, ഭഗവാനു വാച എന്നുള്ള ശ്ലോകങ്ങൾ 540 മറ്റുണ്ട്. അത് ഓരോന്നും ഓരോ ദിവസം എടുത്തിട്ട് ആലോചനയോട് കൂടിയിട്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഭഗവാന്റെ ഉപദേശം കിട്ടും. അത് തന്നെയാണ് ഈ കൃഷ്ണാവബോധം. അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്. എപ്പോഴും ഇങ്ങനെ പറയണ കേൾക്കാറുണ്ടല്ലോ, ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം ചിരിക്കുന്ന 2 സന്ദർഭം ഉണ്ട് അത്രേ. ഒന്ന്, ഡോക്ടർ പറയാണ് വളരെ വയ്യാതെ കിടക്കുന്ന ഒരു രോഗിയോട്, ഞാൻ രക്ഷിക്കാട്ടോ. ബന്ധുക്കളോട് പറയണം, ഇതൊക്കെ മാറും, ഞാൻ രക്ഷിച്ചു തരാം എന്ന് പറയുമ്പോൾ ഭഗവാൻ ചിരിക്കൂത്രേ. ആരുടെ കയ്യിലാണ് അതിനുള്ള കഴിവുള്ളത് എന്നുള്ളത്. വേറൊരു കാര്യം, ഭൂമിക്ക് തല്ലുകൂടുമ്പോഴാണ്. ചേട്ടനും അനിയനും കൂടിയിട്ട് അച്ഛന്റെ ആ ഭൂമി പങ്കുവെക്കുമ്പോൾ കുറച്ചും കൂടി നീക്കണം, ഈ അതിർത്തി എന്റെയാണ്. ഇതിനു മുമ്പ് ആരുടെയൊക്കെയോ ആയിരുന്നു, ഇനി ഭാവിയിലും ആരുടെയെങ്കിലുമൊക്കെ ആവും. നമ്മൾ ജീവിച്ചിരിക്കണ ഈ സമയത്ത് നമ്മളുടെ ഭൂമി എന്ന് പറയുന്നതും അങ്ങനെ തന്നെ. നമ്മുടെ കാലം, നമ്മളുടെ കുട്ടികളുടെ കാലമൊക്കെ കഴിഞ്ഞാൽ അത് വേറെ ആരുടെയൊക്കെയോ കയ്യിലാവും. പണ്ടും അതുപോലെ തന്നെയായിരുന്നു. ആ 2 സന്ദർഭങ്ങളിലാണ് ഇത്രേ ഭഗവാൻ ചിരിക്കുക. അതുകൊണ്ട് ഭക്തി കൊണ്ട് ഹൃദയം ആർദ്രമാകണം. ആകും തീർച്ചയായിട്ടും. അതാണ് ഈ അമ്പലത്തിന്റെ നടയിലൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഇങ്ങനെ അലിഞ്ഞു പോകണ പോലെ ആ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോ കത്തുന്ന പൊന്മണി വിളക്കായിട്ട് നമ്മുടെ ഉള്ളില് പ്രകാശം പരത്തുന്ന ആ ചൈതന്യത്തിനെ നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റും. ഭഗവാനെ തന്നെ നമുക്ക് തരും. അതിനു മുൻപ് എന്ത് വേണം? നമ്മൾ ഭഗവാന്റെ കാൽക്കൽ നമ്മളുടെ മനസ്സ് മന്മനാഭവ അങ്ങോട്ട് കൊണ്ടുപോയി വെക്കണം. അങ്ങനെ അപ്പൊ അർജുനന് മനസ്സിലാവുകയാണ്, തൻ്റെ കളിക്കൂട്ടുകാരൻ മാത്രല്ല, തൻ്റെ സുഹൃത്തായ ആള്. അച്യുത, എൻ്റെ രഥം കൊണ്ടുപോയിട്ട് ആ കൗരവരുടെ മുന്നിലൊന്ന് നിർത്തൂ, ഞാനൊന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞില്ലേ തുടങ്ങുമ്പോ. ആള് മാത്രല്ല ഭഗവാൻ, അതൊരു ചെറിയ ഭാവം മാത്രമാണ്. ആരാ ഭഗവാൻ? സകല പ്രപഞ്ചത്തിനും നാഥനാണ്, പരമ ദിവ്യോത്തമ പുരുഷനാണ്. അങ്ങനെ മനസ്സിലായ അർജുനന് പെട്ടെന്ന് വളരെയധികം ഉന്മേഷം, ഊർജസ്വലത ലഭിച്ചു. അങ്ങനെ താഴത്തിട്ട ഗാന്ധീവവും ശരങ്ങളും ഒക്കെ എടുത്തിട്ട് ധർമ്മയുദ്ധത്തില് അധർമ്മികളെ പരാജയപ്പെടുത്താനായിട്ട് തീരുമാനിച്ചു. അധർമ്മത്തിന് കൂട്ടുനിന്നത് കൊണ്ടാണ് ഭീഷ്മരെയും ദ്രോണരെയും ഒക്കെ വധിക്കേണ്ടി വന്നത്. വിതുരര് പോയില്ലേ, ഒരു ഇതും കേൾക്കാതെ, ഒരു അധർമ്മത്തിന്റെ വാക്കുകളും കേൾക്കാതെ വിതുരര് നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് തീർത്ഥയാത്രയ്ക്ക് പോയി. അതുപോലെ ഭീഷ്മർക്കും പോവായിരുന്നല്ലോ. സംഭവം ഭീഷ്മര് പ്രതിജ്ഞ ചെയ്തിട്ടുള്ളതാണ്, ഞാൻ ഹസ്തിനപുരത്തിനെ സംരക്ഷിച്ചു കൊള്ളാം എന്ന്. പക്ഷെ ഈ അധർമ്മം ഇങ്ങനെ നിയന്ത്രിക്കാൻ പറ്റാതാകുമ്പോ പോയില്ല എന്ന് മാത്രല്ല, അതിന് കൂട്ടുനിന്നില്ലേ. എന്തുകൊണ്ടാ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപത്തില് അവിടുന്ന് എണീറ്റ് പോയത് പോലും ഇല്ലല്ലോ. അതുകൊണ്ടൊക്കെയാണ് ഭീഷ്മർക്കും ഈ ശരശയ്യയിൽ കിടക്കുകയോ ഒക്കെ വേണ്ടി വന്നത്. അങ്ങനെയുള്ളവരെ വധിക്കാനായിട്ട് വിഷമിക്കണ്ട എന്ന് അർജുനനോട് ഭഗവാൻ പറഞ്ഞത് ഭഗവാന് അർജുനന് മനസ്സിലായി. കരിഷ്യേ വചനം തവ, അങ്ങ് എന്താണോ പറഞ്ഞത് ഞാൻ അതുപോലെ തന്നെ അത് ചെയ്യുന്നതാണ്, അനുസരിക്കുന്നതാണ് എന്ന് പറഞ്ഞു. ഇനി സഞ്ജയൻ പറയാ. ആരോടാ സഞ്ജയൻ പറയണത്? അന്ധനായിട്ടുള്ള ധൃതരാഷ്ട്രരോട്. ധൃതരാഷ്ട്രർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം?
രാഷ്ട്രത്തിനെ കെട്ടിപ്പിടിച്ചിരിക്കുക. ഭഗവാനെ പിടിക്കേണ്ടതിന് പകരം രാഷ്ട്രത്തിനെയാണ് അല്ലെങ്കിൽ തൻ്റെ അഹങ്കാരത്തിനെ, സ്വാർത്ഥതയെ, ഭൗതികതയെ ആണ് പിടിച്ചിരിക്കുന്നത്. താൻ പിടിച്ചിരുന്നു എന്നുള്ളത് മാത്രമല്ല, മക്കൾക്കും ആ ഒരു തെറ്റായ അറിവാണ് പകർന്നു കൊടുത്തത്. അതാണ് ആ ധൃതരാഷ്ട്രക്കാണ് സഞ്ജയൻ പറഞ്ഞു കൊടുക്കുന്നത്. സഞ്ജയൻ എന്ന് പറഞ്ഞാൽ എന്താ? സഞ്ജയൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ ജയം നേടിയിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് സഞ്ജയൻ ആ പേര് തന്നെ ഇട്ടത്. വ്യാസഭഗവാന്റെ ശിഷ്യനാണ്, ധൃതരാഷ്ട്രരുടെ മന്ത്രിയാണ്, ഭഗവാന്റെ പരമഭക്തനാണ്, ഇന്ദ്രിയ ജയം നേടിയിട്ടുള്ളവനാണ് സഞ്ജയൻ. അങ്ങനെയുള്ള സഞ്ജയൻ പറയാണ്, സഞ്ജയ ഉവാച ഇതി അഹം വാസുദേവസ്യ പാർത്ഥസ്യ ച മഹാത്മനാ സംവാദം ഇമശ്രൗഷം അദ്ഭുതം രോമഹർഷണം. മനസ്സിലാവുന്നില്ലേ? ഇപ്രകാരം വാസുദേവന്റെയും അർജുനന്റെയും സംവാദം, അവർ തമ്മിലുണ്ടായ ആ സംഭാഷണം, ഇമം അശ്രൗഷം, അശ്രൗഷം എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടു, അത് അത്ഭുതകരമാണ്. മാത്രല്ല രോമഹർഷണം, അത് എന്നെ രോമാഞ്ചം കൊള്ളിക്കുന്നു. എന്തൊരു മനോഹരമായ കാര്യമാണ് ഞാൻ ഇത്ര നേരം കേട്ടുകൊണ്ടിരുന്നത് എന്നുള്ളത് എന്നെ വല്ലാതെ രോമാഞ്ചം കൊള്ളിക്കുന്നു. എനിക്ക് അത്രയേറെ സന്തോഷായി. 75 വ്യാസപ്രസാദാത് ശ്രുതവാൻ ഏതദ് ഗുഹ്യമഹം പരം യോഗം യോഗേശ്വരാത് കൃഷ്ണാത് സാക്ഷാത് കഥയത സ്വയം. സ്വയം ഭഗവാൻ സ്വയം പറഞ്ഞത് എനിക്ക് കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായി. എങ്ങനെ ഭാഗ്യം ഉണ്ടായേ? വ്യാസപ്രസാദാത്, തൻ്റെ ഗുരുവാണ് വ്യാസൻ, വ്യാസ ശിഷ്യനാണല്ലോ സഞ്ജയൻ. എൻ്റെ ഗുരുവിൻ്റെ അതീവ അനുഗ്രഹം കൊണ്ട്, അവിടുത്തെ ദൃഷ്ടി, ദിവ്യമായ ദൃഷ്ടി എനിക്ക് തന്നതുകൊണ്ട് എനിക്കത് കേൾക്കാൻ പറ്റി. ഗുഹ്യമഹം പരം, ഏറ്റവും രഹസ്യമായിട്ടുള്ള ഈ യോഗത്തെ, യോഗേശ്വരാത് കൃഷ്ണാത്, സകല യോഗത്തിൻ്റെയും അധിപതിയായിട്ടുള്ള ഭഗവാൻ കൃഷ്ണനിൽ നിന്നും സാക്ഷാത് നേരിട്ട് എനിക്ക് കേൾക്കാൻ സാധിച്ചുല്ലോ. യോഗേശ്വരനായ കൃഷ്ണൻ തന്നെ അർജുനന് ഈ യോഗം ഉപദേശിച്ചത് എൻ്റെ ഗുരുവായ വ്യാസദേവന്റെ അനുഗ്രഹത്താൽ എനിക്ക് നേരിട്ട് കേൾക്കാൻ ഭാഗ്യമുണ്ടായില്ലോ എന്ന് പറഞ്ഞു. 76ാമത്തെ ശ്ലോകം. രാജൻ സംസ്മൃത്യ സംസ്മൃത്യ സംവാദം ഇമം അദ്ഭുതം കേശവാർജുനയോ പുണ്യം ഹൃഷ്യാമി ച മുഹുർമുഹു. രാജാവേ, ശ്രീകൃഷ്ണനും അർജുനനും തമ്മിൽ നടന്നിട്ടുള്ള ഈ സംഭാഷണം എന്നെ വളരെയധികം ആശ്ചര്യപ്പെടുത്തുന്നു. എന്തൊക്കെയാണ് ഞാൻ കേട്ടത് എന്നുള്ള ആ സന്തോഷം എന്നെ വീണ്ടും വീണ്ടും അത്ഭുതപ്പെടുത്തുന്നു. കേശവാർജുനയോ പുണ്യം, ഇത് അതീവ പുണ്യമാണ് എന്നെനിക്ക് മനസ്സിലായി. ഹൃഷ്യാമി, ഇതെന്നെ അത്യന്തം ആനന്ദഭരിതനാക്കുന്നു. മുഹുർ മുഹുർ, വീണ്ടും വീണ്ടും എനിക്ക് ആലോചിക്കുന്തോറും സന്തോഷം കൊണ്ട് എനിക്ക് നിൽക്കാൻ വയ്യ എന്ന് പറയില്ലേ, അതുപോലെയാണ് കൃഷ്ണാർജുനന്മാരുടെ അത്ഭുതകരമായ ഈ പുണ്യ സംവാദം വീണ്ടും വീണ്ടും ഞാൻ ഓർക്കുന്നു, ആനന്ദ പുളകിതനാകുന്നു രാജാവേ. 77ാമത്തെ ശ്ലോകം. തച്ച സംസ്മൃത്യ സംസ്മൃത്യ രൂപം അത്യദ്ഭുതം ഹരേ വിസ്മയോ മേ മഹാൻ രാജൻ ഹൃഷ്യാമി ച പുനഃ പുനഃ. ഭഗവാന്റെ ആ മനോഹരമായിട്ടുള്ള രൂപം എഴുത്തച്ഛൻ വർണ്ണിച്ചില്ലേ? നിറന്ന പീലികൾ നിരക്കവേ കുത്തി എന്ന് പറഞ്ഞിട്ട് ദീർഘമായിട്ടുള്ള ഒരു പെയിന്റിങ് പോലെ നമ്മളുടെ ഹൃദയത്തിലേക്ക് എഴുത്തച്ഛൻ വരച്ചു കണ്ടിട്ടുണ്ട്. പാർത്ഥസാരഥിയുടെ ആ രൂപം, അത് ഇങ്ങനെ അത്യദ്ഭുതം രൂപം, ഭഗവാൻ ഹരിയുടെ അത്ഭുതാവഹമായിട്ടുള്ള ആ രൂപം സംസ്മൃത്യ സംസ്മൃത്യ, ഓർക്കും തോറും അതിനെ ഓർക്കാൻ എനിക്ക് എന്തൊരിഷ്ടമാണ്. സംസ്മൃത്യ സംസ്മൃത്യ, ഓർത്തോർത്തുകൊണ്ട്. വിസ്മയോ മേ മഹാൻ രാജൻ, മഹത്തായ വിസ്മയം എനിക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ വർദ്ധിക്കുന്നു. ഹൃഷ്യാമീച പുനഃ പുനഃ, വീണ്ടും വീണ്ടും എനിക്ക് സന്തോഷം ഉണ്ടാകുന്നു.
ഇനി ഭഗവത്ഗീതയിലെ ഏറ്റവും അവസാനത്തെ ശ്ലോകമാണ്. യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീർവിജയോ ഭൂതിർ ധ്രുവാ നീതിർമതിർമമ. പാർത്ഥസാരഥിയുടെ ചിത്രത്തിന്റെ അടിയിലൊക്കെ ഇത് എഴുതി വെച്ചിട്ടുണ്ടാവും. എവിടെയാണോ യോഗേശ്വരനായ കൃഷ്ണൻ, എവിടെയാണോ വില്ലാളി വീരനായ അർജുനൻ, അവിടെ ഐശ്വര്യവും വിജയവും അസാധാരണമായ ശക്തിയും നീതിയും ഉണ്ടാകും. ഇതാണ് ഭഗവാൻ കൂടെ ഉള്ളത് കൊണ്ട് ഇങ്ങനെയാണ് സംഭവിക്കാൻ പോണത് രാജാവേ എന്ന് പറയാണ് സഞ്ജയൻ. അതുകൊണ്ട് തന്നെ അങ്ങ് മനസ്സിലാക്കണം, ഭഗവാൻ പാണ്ഡവരുടെ കൂടെയല്ലേ ഉള്ളത്. ഭഗവാനെ വിളിക്കാൻ അന്ന് ദുര്യോധനനും അർജുനനും പോയിട്ട് എന്നെ വേണോ, എന്റെ സൈന്യം വേണോ എന്ന് പറഞ്ഞപ്പോ സൈന്യം മതി എന്ന് പറഞ്ഞു പോന്ന ദുര്യോധനൻ അല്ലേ അങ്ങയുടെ മകൻ. എന്നിട്ട് ഓടി വന്ന് പറഞ്ഞു, അച്ഛാ നമ്മൾ ജയിച്ചു, അവർക്ക് ആയുധമെടുക്കാത്ത കൃഷ്ണനെയാണ് കിട്ടിയത്, നമ്മൾക്ക് ആ അതീവ ബൃഹത്തായ യാദവ സൈന്യം മുഴുവനും കിട്ടി എന്ന് പറഞ്ഞപ്പോ അന്ധനായ ധൃതരാഷ്ട്രര് പോലും വഴക്ക് പറഞ്ഞു ദുര്യോധനന്. ചെയ്തത് ബുദ്ധി മോശമായി പോയി, അത്രയ്ക്കും പറയാനുള്ള തന്റെ ഇടം അദ്ദേഹം കാണിച്ചു. അതാണ് ഇവിടെ പറയുന്നത്. എവിടെയാണോ യോഗേശ്വരനായ കൃഷ്ണൻ, ആരുടെ കൂടെയാണോ ഉള്ളത്. എത്ര പാർത്ഥ ധനുർധര, ധനുസ് താഴെയിട്ട് തളർന്നിരുന്ന അർജുനനല്ല, ധനുർധരനായിട്ടുള്ള അർജുനൻ ഊർജസ്വലതയോടെ ഞാൻ യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞ ആ ശംഖൊക്കെ വിളിച്ച് നിൽക്കുന്ന ആ അർജുനൻ എവിടെയാണോ ഉള്ളത്, തത്ര ശ്രീർ, അവിടെയാണ് ഐശ്വര്യം, അവിടെയാണ് വിജയം. ഇത് നീതിർ മതിർ, അവിടെയാണ് നീതി ഉണ്ടാകുക, അവിടെയാണ് ശക്തി ഉണ്ടാവുക, അവിടെയാണ് ഐശ്വര്യം ഉണ്ടാവുക. ഇത് എൻ്റെ അഭിപ്രായമാണ്. ഇത്രയും നേരം ഭഗവത്ഗീത കേട്ട എനിക്ക് മനസ്സിലായത് ഇത് തന്നെയാണ് എന്ന് പറഞ്ഞു സഞ്ജയൻ അവിടെ അവസാനിപ്പിക്കാൻ. എവിടെയാണോ യോഗേശ്വരനായ കൃഷ്ണൻ ഉള്ളത്, അല്ലെങ്കിൽ ആരുടെ മനസ്സിലാണോ ഭക്തി ഉള്ളത്, എവിടെയാണോ ധനുസ് ധരിച്ച അർജുനനുള്ളത് എന്ന് പറഞ്ഞാല് ആരാണോ അവനവന് നിയതി തന്നിട്ടുള്ള പ്രകൃത്യാ ലഭിച്ചിട്ടുള്ള കർത്തവ്യങ്ങൾ വേണ്ടതുപോലെ ഭഗവത് സ്മരണയോടുകൂടി നിർവഹിക്കുന്നത്, അവിടെയാണ് ഐശ്വര്യം, വിജയവും ശക്തിയും നീതിയും ഒക്കെ ഉണ്ടാവുക. അല്ലാതെ കൗരവരെ ആയിട്ടുള്ള അധർമ്മികൾക്ക് വിജയം കിട്ടുകയില്ല. അങ്ങും അതിന് കാരണല്ലേ വാരണാവതത്തിലെ ഉത്സവം കാണാൻ ഞാൻ ഇവരെ കൊണ്ടുപോട്ടെ, അവിടെ അരക്ക് കൊണ്ടൊരു ഇതുണ്ടാക്ക, അവരെ അവിടെ വെച്ച് വധിക്കാന്ന് പറഞ്ഞപ്പോ അങ്ങ് അനുവാദം കൊടുത്തില്ലേ? അത് ചെയ്യാൻ പാടുമായിരുന്നു. അങ്ങനെ 100 കാര്യങ്ങള് ധൃതരാഷ്ട്രരുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. ഇവിടെ സഞ്ജയൻ അതിന്റെ ഫലം പ്രവചിക്കാണ്. പാണ്ഡവർ ജയിക്കാൻ പോന്നു, യുധിഷ്ഠിരൻ രാജാവാകും. കാരണം എന്താ? യോഗേശ്വരനായ കൃഷ്ണൻ അവരുടെ കൂടെയാണ് ഉള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് 39-ാമത്തെ അധ്യായത്തിലെ 34-ാമത്തെ ശ്ലോകം അത് തന്നെയാണ് 18-ാമത്തെ അധ്യായത്തിലെ 65-ാമത്തെ ശ്ലോകം. എന്താണ് നമ്മൾ വേണ്ടത് എന്ന് ഭഗവത്ഗീത പഠിച്ചു കഴിയുമ്പോൾ നമ്മളുടെ മനസ്സിൽ അത് ഉറപ്പായിട്ടും ഉണ്ടാവണം. കഴിയുന്നത്ര പ്രാവശ്യം അതിനെ വായിച്ച് മനനം ചെയ്യണം. മന്മനാഭവ മദ്ഭക്ത മദ്യാജീ മാം നമസ്കുരു എന്നുള്ള ആ വാക്കുകൾ. എൻ്റെ ഭക്തനാവണം, എന്നിൽ മനസ്സ് ചേർത്ത് വെക്കണം, എന്നെ പൂജിക്കണം, എന്നെ നമസ്കരിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ രക്ഷിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ആ വാക്ക് അതേപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇവിടെയാണോ യോഗേശ്വരനായ കൃഷ്ണനുള്ളത്, അതായത് ആരുടെ ഹൃദയത്തിലാണോ ഭക്തി ഉള്ളത്, ആരാണോ എൻ്റെ നിർദ്ദേശങ്ങൾ കേട്ട് വേണ്ടതുപോലെ പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ള ആള്, അതേപോലെ ആരാണോ സഹജീവികളെ ഉപദ്രവിക്കാതെ അവർക്ക് കഴിയുന്നത്ര ഉപകാരം ചെയ്യാൻ സന്നദ്ധരായത്, അവർക്ക് തീർച്ചയായിട്ടും അടിക്കടി ഉയർച്ച തന്നെ ഉണ്ടാകും അർജുന. അപ്പം നമുക്കതിന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യം അഹങ്കാരാണ്. അതുകൊണ്ട് അഹങ്കാരമില്ലാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മുൻപും ഭഗവാൻ പറഞ്ഞില്ലേ, സർവധർമാൻ പരിത്യജ്യ, പരിപൂർണമായിട്ട് ആ ആള് രക്ഷിക്കും, ഇയാള് രക്ഷിക്കും, എൻ്റെ പണം രക്ഷിക്കും, എനിക്ക് ധാരാളം സഹായികളുണ്ട് എന്നൊന്നും വിചാരിക്കണ്ട. അതൊക്കെ പോവാൻ ഒരു നിമിഷം മതി.
എഴുത്തച്ഛൻ ഭാഗവതത്തിന്റെ തുടക്കത്തിൽ എന്താ പറഞ്ഞേക്കണത്? കരളിൽ വിവേകം കൂടാതെ കണ്ട് അരനിമിഷം ബധ കളയരുതാരെന്നാണ്. അരനിമിഷം, ഒരു നിമിഷം പോലും അല്ല, അരനിമിഷം പോലും നമ്മൾ വെറുതെ കളയരുത്, ഭഗവാനെ ഓർക്കണം. ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, അമാനി ആവണം മാനദേന. സ്വയം നമ്മള് അമാനി, അഹങ്കാരം തോന്നരുത്. മറ്റുള്ളവരോട് നമുക്ക് ബഹുമാനം തോന്നും വേണം. തൃണാദഭിസു നീചേന, ഒരു പുല്ല് പോലെ അത്രയും വിനീതഭാവം ഉള്ളവരാകണം. അപ്പോൾ അവിടെ എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. പ്രഭുപാദര് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, തീയിൽ നിന്നും, ആളിക്കത്തുന്ന തീയിൽ നിന്നും വിട്ടു പോന്നിട്ടുള്ള തീപ്പൊരി, അതിന് തീയിന്റെ എല്ലാ സ്വഭാവവും ഉണ്ട്. പക്ഷെ അത് തീയിനോട് കൂടി ചേർന്നില്ലെങ്കിൽ അത് കെട്ടുപോകും. അതുപോലെ തന്നെ ഒരു കുമിള, സമുദ്രത്തിലെ ഒരു കുമിള, അതിന് ഉപ്പുരസമുണ്ടാവും, സമുദ്രത്തിന്റെ എല്ലാ ഗാംഭീര്യവും ഉണ്ട്. പക്ഷെ ഒറ്റയ്ക്ക് നിന്നാൽ അത് ഇല്ലാണ്ടാവുക ചെയ്യുക, വറ്റിപ്പോവും. സമുദ്രത്തിനോട് ചേർന്ന് നിന്നാൽ അത് സമുദ്രത്തിന്റെ ഭാഗമാവും. അതുപോലെ ഭഗവാന്റെ തന്നെ അംശമായിട്ടുള്ള നമ്മൾ ഭഗവാനോട് ചേരാതെ നിന്നാൽ നമ്മുടെ ജന്മം പാഴായി പോവും. അതുകൊണ്ട് ഭഗവാനോട് ചേരാനായിട്ട് നമ്മൾ എപ്പോഴും, അതാണ് യോഗം അല്ലെ, ഭഗവാനോട് ചേരണം. അത്രയും പറഞ്ഞ് നമുക്ക് ഇവിടെ നിർത്താം. അനുഗ്രഹായ ലോകാനാം അവതീർണായ വിഷ്ണവേ ക്ലേശാപഹായ കൃഷ്ണായ പാർത്ഥസാരഥയേ നമഃ. പാർത്ഥസാരഥിയായിട്ടുള്ള ആ ഭഗവാൻ നമ്മളെ എല്ലാവരെയും ഒരുപോലെ രക്ഷിക്കട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവരോടും എന്റെ മാതാജി നിറഞ്ഞിട്ടുള്ള നന്ദി എല്ലാവർക്കും. ഇത്രയും ദിവസം കൂടെ നിന്ന് ഭഗവത്ഗീത വേണ്ടതുപോലെ കേൾക്കാനുള്ള മനസ്സുണ്ടായല്ലോ. ഭഗവാൻ പറഞ്ഞതുപോലെ എല്ലാവരിലേക്കും ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാവും. പാർത്ഥസാരഥിയായിട്ടുള്ള ഭഗവാൻ ഓരോരുത്തരെയും പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ.